ആ ഒരു ഭിത്തിക്ക് നമ്മൾ ഏകദേശം കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1.25-2 അടിയുടെ അടുത്ത് തന്നെ എത്താണ് ഈ ഒരു ഭിത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. 1948 ഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ആ ഗാന്ധിയെ ഇന്ന് വരെ കാണാത്ത ചേകാടിയിലെ ജനങ്ങൾ അവർ ഡൽഹിയിൽ ശ്രാദ്ധം കൊണ്ടാടിയപ്പോൾ അവിടെ ഗാന്ധിയുടെ കുടുംബവും അവരുടെ ആളുകൾ കൊണ്ടാടിയപ്പോൾ ഒന്നും അറിയാത്ത അവരുടേതായ അനുഷ്ഠാനങ്ങളോട് ചേകാടിയിലും ഗാന്ധിയെ ശ്രാദ്ധം കൊണ്ടാടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഷൈജിൻ. ഇന്ന് നമ്മൾ പോകുന്നത് ചേകാടിയുടെ കൊയ്ത്തുത്സവം കാണാൻ വേണ്ടിയിട്ടാണ്. കൊയ്ത്തുത്സവം തന്നെയാണ് ഇവർക്ക്. നമ്മൾ ചേകാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു വീടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കവിക്കൽ തറവാട് എന്നാണ് അറിയപ്പെടുന്നത്. കവിക്കൽ തറവാട് മേഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പോഴും വൈക്കോല് കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. പണ്ടത്തെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഏത് വർഷം വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ഇടനാടൻ ചെട്ടി സമാജത്തിൽപ്പെട്ട ഞങ്ങളാണ്. അപ്പം ഞാൻ കർണാടകത്തിൽ നിന്ന് മംഗലാപുരം ഭാഗത്തു നിന്ന് വന്നു എന്നാണ് ഇപ്പം നിഗമനം. എന്നാലും ഞാൻ നെൽകൃഷിയായിട്ടാണ് ഞാൻ ആശ്രയിച്ചാണ് ഞാൻ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നത്. ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 7 തലമുറയിലെ പഴക്കമുണ്ട്. 7 തലമുറ, ഒരു 350 വർഷം ഉള്ള ഒരു പഴക്കം. അതിന് മുന്നേ ആയിട്ടുണ്ടെന്നാണ് ഈ കൽപ്പറ്റ ഒരു എഴുത്തുകാരൻ നാരായണൻ മറ്റൊരാൾ ഞങ്ങൾ പറഞ്ഞ് 3000 വർഷം മുന്നേ വന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കത് അറിയില്ല. ഞങ്ങൾക്കൊരു 350 വർഷത്തിലെ ഒരു ഏർപ്പാടെ ഞങ്ങൾക്കറിയുള്ളൂ. ആ സമയത്തുള്ള നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ 3 വശവും വീടിനായിരുന്നു. 4 കോണുകളല്ല, 3 വശവും ഇതേപോലത്തെ ഒരു മുമ്പാത്തുകൊണ്ട് ബാഗുണ്ട്. ചെട്ടി സമുദായത്തിൽപ്പെട്ട ഞങ്ങൾക്ക് എല്ലാ ഏരിയയിലും ആ മോഡൽ തന്നെയാണ് ഉണ്ടായത്. അപ്പം നല്ല ഭിത്തി കനത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഉമ്മി കൊണ്ട് നെല്ലിൻ്റെ ഉമ്മിയും മണ്ണ് കൊണ്ട് കന്നായി കൊണ്ട് ചവിട്ടിച്ച് കട്ട് ചെയ്ത് ഉള്ള ഭിത്തിയാണ്. അപ്പം ഞാൻ ചാണകം കൊണ്ടാണ് മെഴുകിക്കൊണ്ടിരുന്നത്. ഈ സിമെൻ്റല്ല, ഇപ്പോഴും പറ്റും, പക്ഷേ സിമെൻ്റ് ഇട്ടിരുന്നു. പിന്നെ ഈ മരങ്ങളൊക്കെ വാളില്ലാ സ്ഥലത്ത് 4 ഭാഗത്തും ചെത്തിയിട്ട് ബാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ചെത്തി മിനിക്കാണ്. അതിന് മുകളിൽ മുളയൊക്കെ അന്ന് ഉള്ള മുളയാണ്. ഇത് ഞാൻ വീട് മെയിൻ്റെയിൻസ് ചെയ്ത് പോകാൻ വളരെ വിഷമമാണ്. പിന്നെ ഏതെങ്കിലും ഈ എല്ലാ വർഷവും 10-30,000 ചിലവ് വരും. ഒരു 5-6 വർഷം കൊണ്ട് കംപ്ലീറ്റ് തട്ടുമ്പോഴേക്ക് അത് മുളയൊക്കെ മാറ്റി വൃത്തിയാകണം. അപ്പോൾ ഇതുകൊണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ വീടുണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടാണ് വീടുണ്ടാക്കാത്തത്, അത് വേറെ വിഷയം. അപ്പം വീട് നല്ല വേനൽക്കാലത്ത് വന്നാലും ഒരു കൂളിംഗ് ഉണ്ടാവും, മഴക്കാലത്ത് വന്നാലും ആ ചൂടുണ്ടാവും. എന്നാൽ താമസിക്കാനൊക്കെ സുഖമായി, ചോർച്ചുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ മേയാനുള്ള പറ്റിയ ആൾക്കാരൊക്കെ ഇനി ഭാവിയിൽ കിട്ടാൻ പ്രയാസമാണ്. ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതുപോലെ ഇല്ല് കിട്ടാനില്ല, മേയാനുള്ള ആൾ കിട്ടാനില്ല, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇതാണ് ഇത് ഉള്ളത്. പിന്നെ ഇത് ചെത്തി മിനിക്കൊരു പലകയല്ല. ഇത് മരത്തിൻ്റെ ഒരു ഉരുളൻ മരത്തിൻ്റെ അങ്ങോട്ട് തള്ളി വെച്ചിട്ട് സെൻറ്റർ മാത്രം ഇതാക്കിയിട്ടുള്ള ഒരു മരപ്പലക. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് അങ്ങനെ ഇടിച്ചാലൊന്നും ഓടിപ്പറ്റി അടിയിൽ പോകുന്ന സാധനമല്ല, അങ്ങോട്ട് ഉള്ള തള്ളി നിൽക്കുകയാണ്. അത് 2 ഭാഗത്തും അതുപോലെ തന്നെ. എനിക്കും അത്ഭുതം തന്നെയാണ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഭിത്തിൻ്റെ സൈസായി പറയുന്നത്. ഒരു ഭിത്തി, ആ ഒരു ഭിത്തിക്ക് നമ്മൾ ഏകദേശം കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1.25-2 അടിയുടെ അടുത്ത് തന്നെ എത്താണ് ഈ ഒരു ഭിത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ആ ഒരു ഭിത്തിൻ്റെ വലിപ്പമായിരിക്കാം ഒരുപക്ഷെ ഇവർ പറയുന്ന 350 വർഷം മുമ്പ് വീട് പണിയുന്ന സമയത്ത് നല്ല തണുപ്പുള്ള, വയനാടിൻ്റെ തണുപ്പ് നിങ്ങൾക്കറിയാലോ, ആ തണുപ്പുള്ള സമയത്തായിരിക്കും വീടുണ്ടാക്കിയത്. ആ തണുപ്പിൽ നിന്ന് അതിജീവിക്കാൻ പാകത്തിനാണ് ഇപ്പോൾ ഈ വീടുണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഇഷ്ടിക എന്ന് പറയുന്ന സാധനമല്ല, മൊത്തം പച്ച മണ്ണ് വെച്ച് അടുക്കി ആണ് ഈ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും വലുപ്പത്തിൽ, അത്രയും വീതിയിൽ
മണ്ണ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇതിൻ്റെ മേലെ സിമെൻറ്റോ മറ്റ് സാധനങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടില്ല, ഈ 7ാമത്തെ തലമുറ വന്നപ്പോഴാണ് ഇതിനൊന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ശ്രമിച്ചത് തന്നെ. ഇരിക്കുന്നത് ഒറ്റ മരമാണ്. ആ ഒറ്റ മരത്തിന് നീളത്തിൽ, അതിന് ജോയിൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഒറ്റ മരമാണുള്ളത്. ആ ഒരു മരത്തിനെയാണ് അതിനെ വാച്ചി എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു നമ്മുടെ തൂമ്പയുണ്ടല്ലോ അതുപോലുള്ളൊരു ചെറിയ ഉപകരണമാണ് ചെത്തി മിനുക്കാൻ വേണ്ടിയിട്ട്, തടിയെല്ലാം ചെത്തി മിനുക്കാൻ വെക്കുന്ന ഒരു വാച്ചി എന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനൊക്കെല്ലാം വെട്ടി ശരിയാക്കി വെച്ചിരിക്കുന്നത്. ഈ കളർ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇത്രയും വർഷം പഴക്കമുള്ളതുണ്ട്. അതിൽ ഈ പുകയെല്ലാം തട്ടി ഇത്രയും നാൾ ലാസ്റ്റ് ചെയ്തതിന് കാരണക്കാരന് ഒരു പക്ഷേ ഒരു പരിധിവരെ ഇങ്ങനെ പുകയെല്ലാം തട്ടി നിൽക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ മേലെയാണ് മുള കൊണ്ടുണ്ടാക്കിയൊരു ലെയർ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന് മേലെ മണ്ണിട്ട് വെച്ചിരിക്കുന്നു. അതിന് മേലെ അതൊരു തട്ടാണ്, ആ തട്ടിന് മേലെയാണ് നെല്ലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം. ഫ്രണ്ട്സ്, ഈ വാതിൽ കണ്ടോ? വാതിലിൻ്റെ പ്രത്യേകത ഒറ്റ മരത്തിലുണ്ടാക്കിയത് ഈ വാതിലിൻ്റെ ഒരു പലക. ആ ഒറ്റ പലക ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. ആ 300 വർഷം 350 വർഷം മുമ്പ് ആ ഒരു പലകേനെ ഇങ്ങനെ ഒറ്റ ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. മാത്രമല്ല ആ പലകേൻ്റെ ഒരറ്റം ഒരു ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്പ് പോലെ ഇങ്ങനെ താഴെയും മേലെ ഉണ്ട്, 2 കമ്പുകൾ മേലേക്ക് വെച്ചിരിക്കുന്നു. അതൊരു ഹോളിലേക്ക് തുളച്ച് കയറ്റി വെച്ചിരിക്കുക. കണ്ടാ, ഒരു ഹോളിലേക്ക് തുളച്ച് കയറ്റിയിരിക്കുന്നു. താഴെയും അതുപോലെ ഒരു ഓട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇതിനിങ്ങനെ കറക്കാൻ സാധിക്കുന്നത്. റൊട്ടേറ്റ് എന്നാണ് ഇങ്ങനെ കറങ്ങുന്നത്, അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2 സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ആ അടയ്ക്കുന്ന രീതിയും ഒരു രസമാണ്. താഴേക്ക് വന്ന് ഇതിങ്ങനെ അടച്ചു, ഇതിനെ കയറ്റി വെച്ചു, അടച്ചു വെച്ച് ഇത് ലോക്ക് ചെയ്യുന്ന രീതിയാണ് വേറെ രസം. ഈ സാധനം കൊണ്ടാണ് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്യാൻ മേലെ ഒരു സാധനം അതിലേക്ക് താഴേക്ക് ഇറക്കി വരും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വാതിൽ ലോക്കായി. ഒരു പക്ഷേ പുറമേ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഈ വിടവിലൂടെ കമ്പന്തിയിലിട്ടിട്ട് ഇതിനെ പൊക്കി ഇതിൽ തുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് മേലെ ഒരു ചെറിയ ഡോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഓട്ട കൊടുത്തിട്ടുണ്ട്. ഈ ഓട്ടയിൽ ചെറിയ കമ്പോ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മേലേക്ക് പൊങ്ങൂല. അതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ട ഇട്ടിരിക്കുന്നത്. അപ്പോൾ രസമായ രീതിയിൽ, നല്ല രീതിയിൽ ഇതിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു പലകയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ മേലെ വീടിൻ്റെ മേലെ ഇല്ലി കൊണ്ടാണ് കഴുക്കോലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴുക്കോല് നോക്കിയാൽ കളറിൽ വ്യത്യാസമുണ്ട്. ഓരോ ഇല്ലിയിലും കളറിൽ വ്യത്യാസമുണ്ട്. ഒന്ന് കറുപ്പ്, ഒന്ന് മഞ്ഞ തന്നെ കാണുന്നുണ്ട്. ഈ മഞ്ഞ ഇട്ടിരിക്കുന്നത് എല്ലാ വർഷത്തിൽ 5 അല്ലെങ്കിൽ 6 വർഷത്തിലൊരിക്കൽ ഈ വീട് മൊത്തത്തിൽ പൊളിച്ച് മാറ്റാറുണ്ട്. ഈ റൂഫ് മൊത്തത്തിൽ മാറ്റി ചെയ്യാറുണ്ട്. അന്ന് കേടുവന്ന ഇല്ലിയെല്ലാം മാറ്റി പുതിയ ഇല്ലി വെക്കാറുണ്ട്. അങ്ങനെ പുതിയ ഇല്ലി വെക്കുന്നതാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത്. ആദ്യകാലങ്ങളിലുള്ള ഇല്ലി കറുത്ത നിറത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ കറുത്ത നിറത്തിൽ കാണുന്നതെല്ലാം പഴയതും മഞ്ഞ നിറത്തിൽ കാണുന്നതെല്ലാം പുതിയതുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കഴുക്കോലുകൾ വെച്ചിരിക്കുന്നത്. അതിന് മേലെയാണ് വൈക്കോല് കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചേക്കാടി പാടത്തിലാണ് നിൽക്കുന്നത്. ചേക്കാടി പാടം അവിടെ നെല്ല് കൊയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സാധാരണ നമ്മൾ നെല്ല് കൊയ്യുന്നത് സ്ത്രീകളെയാണ് കാണാറുള്ളത്. എന്നാൽ നമുക്കിവിടെ എൻ്റെ തൊട്ടുപുറകിൽ പൊളിപ്പം പിള്ളേർ നിന്നിട്ട് കൊയ്യുന്ന കാണാം. വാ, കൂടെ വാ. അടിപൊളിയല്ലേ? അടിപൊളി കഴിഞ്ഞ് തീർന്നോ? നിങ്ങളൊക്കെ വേറെ എന്താ പരിപാടി എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്കാ പണിക്ക് പോകുന്നത്. ഈ കോവിഡ് ആയതുകൊണ്ട് ഇവിടെ കൂടി മലപ്പുറം അങ്ങനെയൊക്കെ പണിക്ക് പോകുന്നത്. ഓ, എന്ത് പണിയാ? തുണിഷോപ്പിലൊക്കെ. മലപ്പുറത്തായിരുന്നോ? എവിടെയാ മലപ്പുറം? വളാഞ്ചേരി. വളാഞ്ചേരിയാ? ഇത് നിങ്ങളുടെ വയൽ തന്നെയാണോ? സ്വന്തമല്ലേ? ഗന്ധശാലയല്ലല്ലോ? ഇതേതാ? വലിച്ചൂരിയാ? വലിച്ചൂരി ഇത്രേ പൊക്കം വെക്കുള്ളൂ. ഈ കൊയ്തെടുക്കുമ്പോൾ കുറേ നെല്ല് വിത്ത് ഇവിടെ വീണ് പോകില്ലേ? കുറച്ച് കൊയ്യൽ കുറവാണ്. അതെ അല്ലേ? കൊയ്ച്ചിൽ കുറവായി. അല്ല, അതുവരെ ഇത് ഇവിടെ തന്നെ ഇടാം. അത് ഇവിടെ തന്നെ. ആരും എടുത്തിട്ട് പോകുന്നുണ്ടല്ലേ?
നിങ്ങൾ അടിയ സമുദായത്തിൽ വരുന്നേ? ആ, എവിടെ വീട്? വീട് താഴശ്ശേരി. താഴശ്ശേരി. ആ, നേരെ അങ്ങ് ചെല്ലുമ്പോ കാടൊക്കെ. ആ ആ, കണ്ടിരുന്നു. ഇങ്ങോട്ടുള്ള ചെറിയ വഴിയൊക്കെ ടാർ ചെയ്തു അല്ലേ കഴിഞ്ഞ? ആ, അതിൽ നേരെ കുറുവയ്ക്ക് പോകാം. ആ കാട്ടിക്കൂടെ അങ്ങനെ പോകും അല്ലേ? നമ്മള് പാക്കത്തുനിന്ന് ചെല്ലുമ്പം കാണുന്ന കുറുവയുടെ ഭാഗത്തേക്ക് എത്തുക. ആ, നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ എല്ലാ വയലുകളിലും വാഴയും കവുങ്ങും ഒക്കെ ആയി. ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. നെൽകൃഷി തന്നെ. ആർക്കും വാഴയിലേക്കൊക്കെ പോയി കൂടെ ലാഭം ഉണ്ടാക്കണമെന്നൊന്നുമില്ല അല്ലേ? ചോറിനുള്ള അരി ഉണ്ടാക്കുക. ആ ആ ആ, ആന ഇറങ്ങുന്നുണ്ട് ഈ വയലിലൊക്കെ. ആ ഓ, ആ അത് കാടാണല്ലോ അല്ലേ? ആ ആ ആ. കൊയ്ത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടെത്തിയ നമ്മുടെ അതിഥി ബാബ സുരേഷ് പറയുന്ന പോലെ അതിഥി കണ്ടോ? നിങ്ങൾ കണ്ടോ? സാധനത്തിന് കണ്ടോ? നല്ല പച്ച നിറത്തിൽ നല്ല സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഫ്രണ്ട്സ്, ഇത് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഇരിപ്പിടാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇത് നമ്മൾ കണ്ട കൊയ്ത്തുകാരാണ് ഇവർ. കൊയ്ത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ വന്നവരാണ്. അല്ലാതെ ചെറിയ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. പല സ്ഥലങ്ങളിലും മലപ്പുറത്തും അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞത്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എൻ്റെ പേര്? ആ മാസ്ക് ഒന്ന് മാറ്റാമോ? ആൾക്ക് മുഖം ഒന്ന് കണ്ടോട്ടെ. അജിത്ത്. അജിത്ത് ഇപ്പോൾ എന്താ പഠിക്കണോ? ഏതിലാ? +2 +1. എവിടെയാണ്? വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പള്ളിയിലുണ്ടല്ലേ? ഓക്കെ. രാവിലെ ബസ്സിന് പോകും. എൻ്റെ പേര് മനീഷ്. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്നതാണ്. പഠിച്ച GHS മൂലങ്കാവ് ബത്തേരിയാണ്. ഇന്നിങ്ങനെ അല്ലറ ചില്ലറ പണിയായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ മലപ്പുറമാണ് ജോലി ചെയ്യുന്നത്. വീട് ഇപ്പോൾ എവിടെയാണ്? വീട് ഇവിടെ തന്നെയാണ്, ചേകാടി. പേര്? ഷാജു. ഷാജു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കും. ഇവിടെയും കൊടുത്തിട്ടൊന്നും എവിടെയും കിട്ടില്ല. അതുകൊണ്ട് കൃഷി ഈ വർഷം എടുത്തു. സ്വന്തം കൃഷിയാണത്? മഴക്കാലത്ത് സ്വന്തം നട്ടു. ഈ വയല് നിങ്ങളുടെ സ്വന്തം വയൽ തന്നെ? സ്വന്തം ആണെങ്കിൽ തന്നെ ഇത് നാട്ടിയ. ഇനി എന്നാ ഇടുന്നത്? അടുത്ത ജൂൺ ആവും. അതുവരെ ഈ പാടം വെറുതെ ഇങ്ങനെ നടക്കും? പൂട്ടിയിടും. എൻ്റെ പേര് അയ്യപ്പനാണ്. ഞാൻ താഴശ്ശേരിയാണ് വീട്. പിന്നെ ഞാൻ ഇവിടെ താഴശ്ശേരി എന്ന് പറയുന്നത് ചേകാടി എന്ന് പറയുന്നത്? ചേകാടി താഴശ്ശേരി കുറച്ച് പോയാൽ മതി. പിന്നെ ഇവിടെ പണിക്കും പോകുന്നുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ അനിയൻ്റെ ഏട്ടനും ഇത് പാടാണ്. ഞങ്ങൾ കൊയ്ത് ഇങ്ങനെ പിള്ളേരെ കൂട്ടി അജിത്ത് പിന്നെ മനു അങ്ങനെ കൂട്ടി പണിയെടുത്ത് തീർന്നു. കൊയ്ത്ത് കഴിഞ്ഞു. ഇനി ഒക്കല് തിങ്കൾ ചൊവ്വാഴ്ച ഇടും. ഒക്കല് കഴിഞ്ഞ് നെല്ല് ഉണക്കിയ നെല്ല് എന്താ ചെയ്യാ? നെല്ല് കൊടുക്കും പകുതി, അല്ലെങ്കിൽ വീട്ടിൽ വെക്കും. പിന്നെ അതിൻ്റെ അങ്ങനെ പണി എടുത്തോണ്ടിരിക്കും. ഗന്ധശാല ഉണ്ടോ നമുക്ക്? ഗന്ധശാല ഇല്ല, പക്ഷെ 2 കണ്ടായ കൊണ്ട് ഗന്ധശാല ഇട്ട 2 പണിയാ. അതിനെ കൊണ്ട് ഇപ്പോൾ ഒരുമിച്ച് ഒരു നെല്ല് തന്നെ ആക്കി ഇനി പണി അടുത്തതിന് എടുക്കും. ഇയാളുടെ പേരോ? മനു. മനു എന്താ ചെയ്യുന്നത്? പഠിക്കുക. +2. എവിടെയാ? മുള്ളംകൊല്ലി. മുള്ളംകൊല്ലി. +2 സയൻസ് ആണോ അതോ കൊമേഴ്സോ? ഹ്യൂമാനിറ്റീസ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ ക്ലാസ് ഉണ്ടോ? ഇപ്പോൾ ക്ലാസ് നടത്തുന്നുണ്ടോ? ഇല്ല. ഈ സമയത്ത് എന്താ ചെയ്യുന്നത്? ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? TV-യിൽ കാണോ അതോ ഫോണിൽ കാണോ? മൊബൈലിൽ കാണോ? ഓക്കെ. മൊബൈലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? അതാണ്. പിന്നെ ഈ ഒക്കൽ അല്ല ഈ കൊയ്ത്ത് പരിപാടിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അയ്യപ്പൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ട് കണ്ടുപഠിച്ചതാണ് അല്ലേ? ഹോസ്റ്റലിലായിരുന്നോ? എവിടെ?
അവിടെ ഹോസ്റ്റലുണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെൽക്കതിരെല്ലാം കൂടി ചേർന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കൂടാരം പോലെ വെച്ചേക്കാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഇത് എന്തിനാ എങ്ങനെ കെട്ടുന്നത്? ഇതിപ്പോൾ സാധാരണ കളത്തിലിട്ടാണ് വെക്കാല്. ഇതിപ്പോൾ മിഷീനൊക്കെ വന്നത് കൊണ്ട് വലിയന്ത്രത്തിൽ വാരിയിട്ട് വേഗം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുക്കി വെക്കുന്നത്. ഈ കയ്യിൽ കറ്റ പിടിച്ച് കയ്യിൽ അടിച്ച് എടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അതിന് ആളെ കിട്ടാത്തതുകൊണ്ടാണ്. എന്താ ഇപ്പോൾ മിഷീനൊക്കെ വന്നത് കൊണ്ട് ആളെ കിട്ടാനില്ല. പഴയ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ വെച്ചാൽ നേരെ ഒരു മെഷീനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് മെഷീനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. സാധാരണ വലിയന്ത്രം ഉണ്ടല്ലോ, അതിലേക്ക് വാരിയിട്ട് കൊടുത്താൽ പുല്ല് വേറെ നെല്ല് വേറെ ആയിട്ട് അതിനാണ് ഇങ്ങനെ അടുക്കി വെക്കുന്നത്. അതിനാണ് അടുക്കി വെക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ വണ്ടിയിൽ മറ്റേ ഒക്കലടിക്കുവാണെങ്കിലും കളം കിട്ടിയില്ലെങ്കിലും അടുക്കി വെക്കും. എന്നിട്ട് പിന്നെ വാരിയിട്ട് അടിക്കും. അതുവരെ ഇത് ഇങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളുന്നു. ഇവിടെ കിടന്നു ഒന്നും ആവില്ല. മഴ നനഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല കൂമ്പാരം പോലെ ഇട്ട് കഴിഞ്ഞാൽ മഴ നനഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ പുല്ലായിട്ടുള്ള വെള്ളം സൈഡ് കൂടെ പൊക്കോളും പോകുന്ന രീതിയിൽ. എന്നാ ഇത് മെഷീൻ വരിക? മിഷൻ ഇന്ന് വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് വരുന്നില്ലെങ്കിൽ നാളെ അടിക്കാൻ. മെഷീൻ ഇന്ന് വരികയാണെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് കുമ്പാരമായിട്ട് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് നേരെ അങ്ങോട്ട് അടിച്ചാൽ പോരായിരുന്നില്ലേ? അതെന്തായാലും കൂമ്പരം വെച്ച് നമുക്ക് വാരി എടുത്ത് കൊടുക്കുന്ന എളുപ്പമാണ്. എളുപ്പത്തിന് വേണ്ടിയാണ് അട്ടി വെച്ചത്. അപ്പം മിഷൻ വന്ന് മേലെ കയറുന്ന വേണ്ട വാരിയിട്ട് കൊടുക്കാമല്ലോ. നിരത്തി കൊടുക്കണം ബുദ്ധിമുട്ടാണ്. ഇതൊറ്റ നെല്ല് മാത്രമാണോ? അത് ഇതിൻ്റെ കൂടെ ഗന്ധശാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് ഒറ്റ നെല്ല് മാത്രമേ ഉള്ളൂ. ഏതാ അത്? ഇത് വലിച്ചൂരി എന്ന് പറയും. എല്ലാവരും ഇവിടെ വലിച്ചൂരി തന്നെ ചെയ്യും. വലിച്ചൂരിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഗന്ധശാലയൊക്കെ വളരെ കുറവാണ്. അതെ, അത് ഇപ്പോൾ മാർക്കറ്റിലധികം പോകുന്നില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ പറയുന്നത്. എത്ര കണ്ടമുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇവിടെ ഒരു അരേക്കറുണ്ട്. അരേക്കറാണ്. ഒരു കണ്ടം പോലും മറ്റേ ഗന്ധശാല ചെയ്തില്ല? ഇല്ല, ചെയ്തില്ല. പ്രാവശ്യം എല്ലാവരും വലിച്ചൂരി ചെയ്തില്ല. അതെയല്ലേ? ഓക്കെ, പണിയാറൊക്കെ. ശരി എന്നാ. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് താമസം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇതിനെ പോലത്തെ ഞാനിവിടെ സ്ഥാനാർത്ഥിരുന്ന് മത്സരിച്ചതാണ്. നിങ്ങളുടെ പേരെന്താടാ? വിഷ്ണു. ഒരു ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? പനി പിടിച്ചോ? നല്ല വണ്ടിയാണല്ലോ ഇത്. പഴയ സൈക്കിളിന്റെ ടയറാണോ? നീ ഉണ്ടാക്കിയ വണ്ടിയാ? അടിപൊളി. നിന്റെ പേരോ? വിശാഖ്. വിശാഖ് പേരൊന്നും പറയില്ലേ? സൈക്കിളിന്റെ ടയറാ? ഇതെന്താ വെച്ചിരിക്കുന്നത് ഈ സാധനം? ഇത് ഫെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അല്ലേ? ശരി, കൊള്ളാം. ഇതിവിടെ തട്ടൂലേ ടയറ്? ഇല്ല, അതിന് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഇതാരും ഉണ്ടാക്കിയ? സ്വന്തം ഉണ്ടാക്കിയതാ? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ഗിയറൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ആദ്യകാലങ്ങളിൽ കാളയെ ഒക്കൽ കല്ല് വലിപ്പിച്ചായിരുന്നു ഒക്കലിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ യന്ത്രവൽക്കരണം വന്നതോടുകൂടി മെഷീൻ, ഇപ്പോൾ ട്രാക്ടറാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഒരു ട്രാക്ടർ ഒക്കലിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്ത് മെതിയന്ത്രം ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണ് കൊയ്ത്ത് മെതിയന്ത്രം. അതിൻ്റെ പ്രത്യേകത കൊയ്യുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ മെതിച്ച് കൊടുക്കും. അത് ഇത്രയും റിസ്ക് എടുക്കുന്ന കാര്യമില്ല. കൊയ്യുന്നതോടൊപ്പം തന്നെ നെല്ല് വേറെ പുല്ല് വേറെ ആയിട്ട് വേർതിരിച്ച് കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് മെതിക്കുന്നതാണ്. നമ്മുടെ ചേക്കാടിയുടെ അവസാന ഘട്ടത്തിലേക്ക്, അത് കൊയ്ത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മെതിച്ചു, ഇനി നെല്ലിനെയും കച്ചിയും വേർതിരിച്ചെടുക്കലാണ് ഇനി അടുത്ത പരിപാടി. അത് നമുക്ക് കാണാം. ഞങ്ങൾ ബത്തേരി. നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തടിക്കാൻ മതി. അത് നെല്ല് അവിടെ കുടഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. അങ്ങനല്ല പിടിക്കും.
ഇങ്ങനെ പിടിക്കുക ഇതെങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലേ അടിക്കുട്ടി അങ്ങനെ മതി അത് തട്ടി നിർത്തിയേക്ക് പേരെന്തായിരുന്നു? ഞാൻ ഷൈജിൻ. എവിടെ വീട് എവിടെ? ബത്തേരി എവിടെ ആയിട്ടാ? മൂലക്കാവോ? മണിച്ചിറ ഇവിടെ റോഡ് അല്ലേ? എന്തായാലും കൂടിയല്ലേ ഒന്ന് തീർത്തിട്ട് വിട്ടാ മതി. എടാ നിന്നോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നീ വാങ്ങിയല്ലോ, ഇനി തീർത്തിട്ട് കൊടുത്താൽ മതി പറഞ്ഞേക്കുന്നത് ചേട്ടന്മാര്. പറഞ്ഞില്ല. ഇനി തീർത്തോ? പുലിയുടെ കീറിയാ നീ കൂലി അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തേക്ക്. തട്ടിക്കോ കൂടെ വരുമെന്നേ. കൊയ്തെടുത്ത നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുന്ന മറ്റൊരു രീതി നോക്കുക. നമ്മൾ കാറ്റിനനുസരിച്ച് സോഫ്റ്റായിട്ടുള്ള പതിര് പോലുള്ള സാധനങ്ങൾ മാറിപ്പോവും. നല്ല നെല്ല് നേരെ താഴെ വരുന്ന രീതിയിലാണ് എറിയുന്നത്. ഫാൻ ഉപയോഗിച്ചൊന്നുമല്ല, കാറ്റ് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. നല്ല വയലേരിയയിൽ നമ്മുടെ ചേകാടിയിലെ വയലിൽ നല്ല കാറ്റുണ്ട്. ആ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഫാനോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ തന്നെ പതിര് വേർതിരിക്കാൻ പറ്റും. ഇതൊക്കെ വേർതിരിച്ച് മാറ്റിയിട്ടിരിക്കുന്ന പതിരത് കണ്ടത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം പതിര്. ഫ്രണ്ട്സ്, ഇത്തരം കാഴ്ചകളൊക്കെ ഏകദേശം അന്യം നിന്ന് പോകുന്ന രീതിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം കാണാൻ തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. ചേക്കാടി പോലുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇതും എത്ര നാൾ നിൽക്കും എന്നുള്ളത് ഇവിടുത്തെ കൃഷിരീതി, കൃഷിയോട് താല്പര്യമുള്ള ഇവരുടെ പുതുതലമുറക്കാരുടെ രീതി അനുസരിച്ചിരിക്കും. ചേച്ചീൻ്റെ പേരെന്താ ചേച്ചി? എന്റെ പേരോ? എന്റെ പേര് പൊന്ന. പൊന്ന. ചേച്ചീൻ്റെ? പാർവതി. രണ്ടുപേരും സ്വന്തം വീട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ വർഷവും ചെയ്യുന്നുണ്ടല്ലോ? ഓക്കെ. ഈ കൃഷി കുമാർ. പക്ഷേ നമസ്കാരം. ഈ ചേകാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാമോ? അതായത് ചേകാടി എന്ന് പറയുന്നത് വയനാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ എണ്ണപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ചേകാടിയുടെ ചരിത്രവും ചരിത്രാംശങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഈ രാവിലെ മുതൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ചർച്ചയിൽ ഏർപ്പെട്ടാൽ തീരാവുന്ന അല്ല. പറയുന്നത് 92-93% ഗോത്രവർഗങ്ങളായ അടിയ, പണിയ, കാട്ടുനായിക്ക, ഊരാളി ഇവരാണ്. അതിൽ കൂടെ തന്നെ പിന്നോക്കം വരുന്ന ഇടനാടൻ ചെട്ടിമാരാണ് ഉള്ളത്. മറ്റു ഒന്നും ഇവിടെ ഇല്ല. വയനാടൻ ചെട്ടി അല്ല, ഇടനാടൻ ചെട്ടി, കർണാടകയിൽ നിന്ന് വന്ന ഇടനാടൻ ചെട്ടി. അതുമാത്രമല്ല നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ആകെ ഇടനാടൻ ചെട്ടിമാരുടെ വീട് 50 ഉള്ളൂ. ഇവിടെ ഒരു അടിയ സമുദായത്തിൻ്റെ സെറ്റിൽമെൻറ്റ് 80 വീടുള്ള സെറ്റിൽമെൻ്റ് ഉണ്ട് ഇവിടെ. 80 ഒറ്റ കോളനി അടിയ കോളനി. ഒരു അടിയ കോളനി എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ജനറലിനെ 80ഓളം വീടുണ്ട്. അതോടൊപ്പം തന്നെ 3 വീടുള്ള സ്ഥലവുമുണ്ട്. 3 ഇവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് അടിയ സംസ്കൃതിയുടെ ഭാഗമാണ്. അതിനോടൊപ്പമുള്ള മിത്തുകളുമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അടിയരാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനത്തുള്ളത് പണിയ, 3ാം സ്ഥാനത്താണ് പിന്നെ ഇടനാടൻ ചെട്ടി, 4ാം സ്ഥാനത്ത് കാട്ടുനായ്ക്ക, 5ാം സ്ഥാനത്ത് ഊരാളി. ഇത്രയാണ് ഉള്ളത്. ഇവിടുത്തെ ജീവിതമാർഗം, ഇവിടുത്തെ എക്കോണമിക്കൽ, അതായത് സാമ്പത്തികം നിർണ്ണയിക്കുന്ന വയലുകളാണ്. ഇവിടെ 260 ഏക്കർ വയലുണ്ട്.
260 ഏക്കർ. ഈ വയലുകൾ ആരും തന്നെ നികത്തപ്പെട്ടില്ല എന്നുള്ളത് അവരുടെ കാർഷിക മേഖലയിലുള്ള അർപ്പണബോധം കാണിക്കും. അത് മാത്രമല്ല ഈ നികത്തിയില്ല എന്ന് മാത്രമല്ല ആരും തരിച്ചിടാറില്ല. അത് നിങ്ങൾക്ക് പിന്നെ നെൽകൃഷി തുടങ്ങി അതായത് ആഗസ്റ്റ് ആ സമയങ്ങളിൽ വന്നാൽ അറിയാം ഫുള്ള് പച്ചപ്പായിരിക്കും. 1 ഇഞ്ച് സ്ഥലം ഇവിടെ തരിച്ചുണ്ടാവില്ല. മറ്റുള്ള സ്ഥലത്ത് ലാഭനഷ്ടങ്ങൾ കണക്കാക്കി നെൽകൃഷി നഷ്ടമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ തരിച്ചിടുമ്പോഴും ഇവിടെ ജനങ്ങൾ തരിച്ചിടാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുമാത്രമല്ല വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ നെൽകൃഷി എടുക്കുന്നത് ഈ ചേകാടിയാണ്. 93 കർഷകർ ആദിവാസികൾ നെൽകൃഷി എടുക്കുന്നുണ്ട്. അതും ഒരു 40 മുതൽ 1 ഏക്കർ വരെ അവർക്ക് മിച്ചഭൂമി കിട്ടിയതാണ്. ഈ നക്സലൈറ്റ് ആക്രമണം നടന്ന വീട്ടിൽ 60 ഏക്കറോളം മിച്ചഭൂമി പോവുകയും അത് ഇവിടുത്തെ സാധാരണ കർഷകർക്ക് മറ്റേ കൂലിപ്പണിക്കാർക്ക് കിട്ടുകയും അത് അവർ പണിയൊക്കെ അവർ കിട്ടിയെന്ന് മാത്രമല്ല അവർ നല്ല രീതിയിൽ കൃഷി എടുക്കുന്നു. അത് മാത്രമല്ല മറ്റ് മേഖലകളെ പോലെ അമിത രാസകീട ഉപയോഗിക്കാറില്ല. ഇപ്പോഴും ഇല്ല. ഇവിടുത്തെ ഏത് നെല്ല് ടെസ്റ്റ് ചെയ്താലും അത് വലിയ അമിത കീടനാശിനി ഇല്ലാത്തതാണ്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് പക്ഷേ പുറമേയുള്ള അത് മാത്രമല്ല 300 ചില്ലറ വീടുണ്ട്. എല്ലാ ഗോത്രവർഗ്ഗങ്ങളെല്ലാം കൂടിയാൽ അതിൽ ഒരു വീട് പോലും സിമെൻറ്റ് ചെയ്തിട്ടില്ല. മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല, സിമെൻറ്റ് ചെയ്തിട്ടില്ല. ഒരു വീടിന് പോലും ചുറ്റുമതില്ല. വയലുകളിൽ അതിരുകളില്ല. അതിരുകളിൽ നിന്ന് കോൺക്രീറ്റ് അതിരുകൾ. പക്ഷെ ഇപ്പോൾ ആധുനിക സമൂഹം ഇവിടെ ഭൂമി വിലക്ക് വാങ്ങുകയും ആ വില വാങ്ങുമ്പോൾ നമ്മുടെ വയലുകളിൽ കോൺക്രീറ്റ് കാലുകളിലിട്ട് അതിര് തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ അതിരുകൾ വയലുകളിൽ നമുക്കറിയില്ല. നമ്മുടെ മക്കൾക്കും ഞങ്ങൾ പറഞ്ഞ വയലുകളിൽ അതിര് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ പറയുന്നു വയലിൽ അതിര് വേണമെന്ന് നമ്മുടെ ആധുനിക സമൂഹം വിവരമുള്ളവർ എന്ന് പറയുന്ന അവർ നമ്മളെ പഠിച്ചു. ഇത് നാളെ ആകാശത്തിലേക്കും വെള്ളത്തിലേക്കൊക്കെ അതിരുവരുകൾ തുടങ്ങും എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചനമാണ് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല ഇവിടെ 3 ഭാഗം വനവും 1 ഭാഗം കബനി നദിയാണ്. കിഴക്കോട്ട് കബനി. ഈ കബനി നദിയിൽ യഥേഷ്ടം മീനുകൾ പിടിക്കുകയും അതിരുകളില്ലാതെ പിന്നെ ചാലി കെട്ടുക എന്ന് പറയുന്ന സമുദായം അടിയ സമുദായത്തിലുണ്ട്. ഈ ചാലി കെട്ടി മീൻ പിടിക്കുന്ന സമുദായം അടിയ സമുദായത്തിലാണ് എല്ലാ ഗോത്രനും. നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം നാളെ ഈ പുഴയ്ക്കെല്ലാം അതിര് വരികയും ഈ അതിരുകളിൽ മാത്രം ഇറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനം വരികയും പുഴ പോലും നമ്മുടെ അല്ലാതാകും എന്നുള്ള തോന്നൽ നമുക്ക് വരുന്നു. കാരണം അത് വരാൻ അപ്പോൾ ഫ്രണ്ട്സ്, ചേകാടിയുടെ ഭംഗി നിങ്ങൾ ആസ്വദിച്ചല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്താൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതെന്താണെന്ന് എഴുതിയാലും ഞങ്ങൾക്ക് ഉപകാരം. അടുത്ത വീഡിയോ ബെറ്റർ ആക്കി എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. നമുക്കും പോവാം.